ഡോക്ടറെ, ചില ആളുകൾക്ക് ഇപ്പോൾ യാത്രകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി തോന്നുന്നു, പക്ഷെ അവർ പിടിച്ചു വെക്കും. എങ്ങനെ കുഴപ്പമില്ല, യെസ്. നമുക്ക് സ്ഥലത്ത് ചെന്നിട്ട് ആ ഓക്കെ നല്ലൊരു ബാത്റൂം നോക്കി നമുക്ക് ഓക്കെ പോകാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇങ്ങനെ യൂറിൻ പിടിച്ചു വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം? യൂറിൻ പിടിച്ചു വയ്ക്കുന്നത് എസ്പെഷ്യലി സ്ത്രീകളിൽ ഉം, യൂറിൻ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ടുള്ള ഒരു പ്രധാന കാരണമാണ്. ഉം, ഉം, നമ്മൾ മൂത്രം ഒഴിക്കാനുള്ള ആ ഒരു സെൻസേഷൻ വന്നതിന് ശേഷം പിന്നെയും ഡിലേ ചെയ്യുന്നത് ഉം, ഉം, യൂറിൻ അവിടെ കൂടുതൽ കളക്ട് ചെയ്യാനും അവിടെ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാകാനും അത് ഇൻഫെക്ഷനിലേക്ക് പോകാനും ഒരു കാരണമാണ്. ഉം, ഉം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ അത്രയും യൂറിൻ ഇൻഫെക്ഷന് റിസ്ക് കുറവാണെങ്കിലും പുരുഷന്മാരിലെ യൂറിനറി ഇൻഫെക്ഷൻ വന്നാൽ ഇത് ഉം, കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാനും അത് ആ ഇൻഫെക്ഷൻ പ്രോസ്റ്റേറ്റിലേക്ക് വ്യാപിക്കാനും പ്രോസ്റ്റേറ്റൈറ്റിസ് ഉണ്ടാകാനുള്ള ഒരു കാരണമാണ്. സോ ഉം. പുരുഷന്മാരായാലും സ്ത്രീകളായാലും ആ, ഇടവിട്ട് കൃത്യസമയത്ത്, അതായത് ഒരു 3-4 മണിക്കൂറിന് ഇടവിട്ട് മൂത്രം ഒഴിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഡോക്ടറെ, ചില ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് വെള്ളം കുടിക്കാറുണ്ട്. വെള്ളം നമ്മൾ ഇത്ര നിശ്ചിത അളവിൽ കുടിക്കുക എന്നുള്ളത്, പക്ഷെ അതിനേക്കാളും കൂടുതൽ വെള്ളം കുടിക്കുന്ന ആൾക്കാരോട് എന്താ പറയാനുള്ളത്? ശരിക്കും ഒരു പരിധിയിൽ കൂടുതൽ വെള്ളം കുടിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല. ഉം, ഉം, നമ്മൾ മെയിനായിട്ട് നമ്മുടെ ശരീരത്തിലെ ഹൈഡ്രേഷൻ ഉം, മെയിൻറ്റെയിൻ ചെയ്യുക, ഡീഹൈഡ്രേഷൻ ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ്. ഉം, പിന്നെ ചില രോഗികൾക്ക്, പ്രത്യേകിച്ചും ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ വൃക്ക സംബന്ധമായ രോഗികൾക്ക് അവരുടെ ഡോക്ടർ ഒരു നിശ്ചിത അളവ് ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടാവും. ഉം, അപ്പോൾ ഉം. അതിൽ കൂടരുത്. അതിൽ കൂടിയാൽ ആ, നീരുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. പിന്നെ സാധാരണ ഹെൽത്തി ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ദിവസം ഒരു 2 ലിറ്റർ യൂറിൻ പോകുന്നതിന് എത്രമാത്രം വെള്ളം വേണോ അതാണ് കുടിക്കേണ്ടത്. ഉം, ഉം, വേർക്കാത്ത ജോലികൾ ചെയ്യുന്ന, അതായത് ഓഫീസ് വർക്ക് ചെയ്യുന്ന, വെയിലധികം കൊള്ളാത്ത, അധികം വേർക്കാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 2.5-3 ലിറ്റർ വെള്ളത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. ഓക്കെ. നമ്മുടെ മൂത്രം ഒഴിക്കുമ്പോൾ ആ മൂത്രത്തിൻ്റെ കളർ ശ്രദ്ധിക്കുക. ഉം, മൂത്രം ഇളം മഞ്ഞ അല്ലെങ്കിൽ വെള്ള കളറിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രേഷൻ ഓക്കെയാണ്. മൂത്രത്തിൻ്റെ കളർ കൂടുകയാണെങ്കിൽ നമ്മുടെ ഹൈഡ്രേഷൻ മോശമാണ്, നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആണ്, യൂറിൻ കോൺസെൻട്രേറ്റഡ് ആണ്. ഉം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും. ഓക്കെ. അതാണ് നമ്മുടെ വെള്ളം കുടിയെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ വേർക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു 3 ലിറ്റർ മതിയാവും. അത് ഒരുപാട് വെള്ളം ഒരുമിച്ച് കുടിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ പ്രയോജനമില്ല. കൂടുതലും ഇടവിട്ട ഇൻ്റർവെൽസിൽ 2-3 മണിക്കൂർ കൂടുമ്പോൾ 2-3 ഗ്ലാസ് കുടിക്കുക. ഉം. അപ്പോൾ നമ്മൾ ദിവസം മുഴുവനും നമുക്ക് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ വെള്ളം കുടിക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ യൂറിന്റെ കളർ നോക്കിയിട്ട് നമ്മുടെ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാം. അതായത് പ്രത്യേകിച്ച് കിഡ്നി ഡിസീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് പറയാറുണ്ട്. അതെങ്ങനെയാണ്? എല്ലാ രോഗങ്ങളും നമുക്ക് യൂറിൻ്റെ കളർ അനുസരിച്ച് പറയാൻ പറ്റില്ല. ഉം, എസ്പെഷ്യലി നമ്മൾ മെയിനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹൈഡ്രേഷൻ മോശമാണെങ്കിൽ യൂറിൻ്റെ കളർ കുറച്ചുകൂടി കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. ഉം, കൂടുതൽ മഞ്ഞ കളർ ഉണ്ടാവും. ഉം, നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ യൂറിൻ ലൈറ്റ് അല്ലെങ്കിൽ വെള്ളം പോലെ തന്നെ ആയിരിക്കും, ഉം, അല്ലെങ്കിൽ ലൈറ്റ് യെല്ലോ ഓറോ വെള്ളം പോലെ തന്നെ പോകും. അല്ലെങ്കിൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യൂറിനിൽ എന്തെങ്കിലും ബ്ലഡിൻ്റെ അംശമുണ്ടോ, രക്ത കളർ ഉണ്ടോ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം രക്ത കളർ ഉണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ എന്തെങ്കിലും മൂത്രസഞ്ചിയിൽ അല്ലെങ്കിൽ കിഡ്നിയിലെ ട്യൂമറുകൾ, മെയിൻലി ക്യാൻസർ, പിന്നെ കിഡ്നിയിലെ കല്ലുകൾ, ഉം. അതിൻ്റെ എല്ലാം ഒരു പ്രധാന ലക്ഷണമായിട്ട് മൂത്രത്തിലെ ബ്ലഡിൻ്റെ അംശം കാണാം. സോ ഓക്കെ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഉം, ഉം. വേറെ വൃക്ക സംബന്ധമായ അസുഖങ്ങൾ മൂലം യൂറിനിൽ കളർ ഉണ്ടാകുന്നത് വളരെ കുറവാണ്. ഓക്കെ. ഈ പലർക്കും യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. അപ്പം അത് കണ്ടിന്യൂസ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന കേസുകളുണ്ട്. എന്തുകൊണ്ടാണ് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാകുക? യൂറിനറി ഇൻഫെക്ഷൻ റിക്കറൻ്റ് ആയിട്ട്, അതായത് വിട്ടുവിട്ട് വരുന്നത് കൂടുതലും സ്ത്രീകളിലാണ്. ഉം, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒന്ന് മെനോപോസിന് ശേഷമുള്ള ഹോർമോണൽ ചേഞ്ചസ് ആവാം, ഉം, അല്ലെങ്കിൽ തീർത്തും കൺട്രോളിലല്ലാത്ത ഡയബറ്റീസ് ആവാം, ഉം, പിന്നെ മൂത്രം പിടിച്ച് ഒരുപാട് ഹോൾഡ് ചെയ്യുന്ന, കറക്റ്റായിട്ട് ഇടവേളകളിൽ പോയി മൂത്രം ഒഴിക്കാത്ത അവസ്ഥയാവാം. ഉം, മൂത്രം ഒഴിച്ചതിന് ശേഷം ആ പെരിനിയൽ ഏരിയ പ്രോപ്പറായി ഹൈജീൻ സൂക്ഷിക്കാത്തതുകൊണ്ടാവാം. പിന്നെ മൂത്രം ശരിക്കും പോകാത്ത അവസ്ഥയുണ്ട്. അതായത് മൂത്രസഞ്ചിയുടെ ബലക്കുറവ് കൊണ്ട് മൂത്രം ഒഴിച്ചതിന് ശേഷം ഒരുപാട് ബാക്കി നിൽക്കുന്ന അവസ്ഥ വരാം. ഉം, അല്ലെങ്കിൽ മൂത്രം പോകുന്ന വഴിയിൽ ഒരു ചുരുക്കം വരാം. ഈ കണ്ടീഷനിലെല്ലാം ഒരുപാട് മൂത്രസഞ്ചിയിൽ കെട്ടി നിൽക്കും. ഉം, ഉം. പേഷ്യൻ്റ് കൃത്യമായ ഇടവേളകളിൽ പോയി മൂത്രം ഒഴിച്ചാലും കുറച്ച് മൂത്രം അവിടെ ബാക്കി ഉണ്ടാവും. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ഇങ്ങനെ വിട്ട് റിക്കറൻ്റായിട്ട് മൂത്രത്തിൽ പഴുപ്പ് ഉണ്ടാവാം. പലവിധ കാരണങ്ങൾ കൊണ്ട് റിക്കറൻ്റായിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരാം. സോ അത് യൂറോളജി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം ഏതാണ് കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ എടുക്കുന്നതായിരിക്കും അഭികാമ്യം. ഡോക്ടർ, ഈ കിഡ്നി സ്റ്റോണിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ് നമുക്ക് വരിക? അതോടൊപ്പം തന്നെ എല്ലാ സ്റ്റോണും സർജറി കൊണ്ട് തന്നെ മാറ്റാൻ കഴിയുന്നതാണോ? കിഡ്നി സ്റ്റോൺസ് എന്ന് പറയുന്നത് ഒരു ബ്രോഡായിട്ടുള്ള ഒരു ടൈമാണ്. ഉം, അപ്പോൾ കല്ലുകൾ കിഡ്നിക്കുള്ളിലാവാം, അല്ലെങ്കിൽ കിഡ്നിയിൽ നിന്നും മൂത്രസഞ്ചിയിലേക്ക് വരുന്ന ട്യൂബ്, അതായത് യൂറിട്രലാവാം, ഉം, അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ തന്നെ ആവാം. ഈ ലൊക്കേഷൻ അനുസരിച്ച് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വേറെ വ്യത്യസ്തമായിരിക്കും. ഉം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആ ട്യൂബിലെ യൂറിട്രലെ സ്റ്റോൺസ് ആണ്. ഉം, യൂറിട്രലെ സ്റ്റോൺസ് ആണ് എപ്പോഴും സിവിയറായിട്ട് പെട്ടെന്നുള്ള വേദനയായിട്ട് പേഷ്യൻ്റ് മിക്കപ്പോഴും കാഷ്വാലിറ്റിയിലായിട്ട് വരിക. ഉം. അതിൻ്റെ വേദന വളരെ അസഹനീയമായിരിക്കും. ഓക്കെ. നമ്മൾ പേഷ്യൻ്റ് വരുമ്പോൾ ഉടനെ വേദനയ്ക്കുള്ള മരുന്നുകൾ കൊടുത്തതിന് ശേഷം ഫസ്റ്റ് നമ്മൾ രക്തപരിശോധനയും സ്കാനിങ്ങും ചെയ്ത് നോക്കും.
കിഡ്നിയുടെ സ്റ്റോണിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതിന് ശേഷം നമുക്ക് ചെറിയ സ്റ്റോൺസ് ആണെങ്കിൽ നമുക്ക് മരുന്നുകൾ കൊണ്ടുള്ള ആ കല്ലുകൾ തന്നെ പോകാനുള്ള മരുന്നുകൾ കൊണ്ട് ശ്രമിച്ചു നോക്കാം. ചില കേസുകളിൽ കല്ലുകൾ തന്നെ മരുന്നുകൾ കൊണ്ട് തന്നെ പോകും. കല്ലുകൾ മരുന്നുകൾ കൊണ്ട് തന്നെ പോയില്ല, പേഷ്യൻ്റെ വേദന കൂടുകയാണ്, കിഡ്നിയിൽ ഇൻഫെക്ഷൻ പനി വരികയാണ്, ക്രിയാറ്റിൻ കൂടുകയാണ്, അതായത് കിഡ്നിയുടെ പ്രവർത്തനത്തിൽ ചേഞ്ചസ് വരികയാണ്, പ്രവർത്തനം മോശമാവുകയാണ്. അതുപോലുള്ള സിറ്റുവേഷൻസിൽ പെട്ടെന്ന് തന്നെ സർജറി ചെയ്യേണ്ടതായി വരും. ചില സ്റ്റോൺസ് കിഡ്നിക്ക് അകത്തായിരിക്കും, അത് യൂഷ്വലി സൈലൻ്റ് ആയിരിക്കും, പേഷ്യൻസിന് സിംറ്റംസ് ഉണ്ടാവണം നിർബന്ധമില്ല. ചിലപ്പോൾ ബാക്ക് പെയിൻ ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൂത്രത്തിൽ രക്തത്തിൻ്റെ അംശമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. അങ്ങനെ കിഡ്നിയിലെ സ്റ്റോൺസിൽ ചെറിയ സ്റ്റോൺസ് നമ്മൾ വെയിറ്റ് ചെയ്യുക, നന്നായി വെള്ളം കുടിക്കാൻ പറയുക ചെയ്യുക. അത് 90% ചെറിയ സ്റ്റോണുകളും തന്നെ മൂത്രത്തിൽ കൂടെ തന്നെ പാസ് ചെയ്ത് പോകും. വലിയ സ്റ്റോണുകൾ, നമ്മൾ സ്റ്റാഗ്മോൺ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ വലിയ സ്റ്റോൺസ് ഉണ്ട് കിഡ്നിക്കകത്ത്, അത് നമ്മൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണ്ടി വരും. അല്ലെങ്കിൽ അത് ലോങ് ടൈമിലേക്ക് കിഡ്നിയുടെ പ്രവർത്തനത്തെ മോശമായി ബാധിക്കാനും റിക്കറൻ്റായിട്ട് മൂത്രത്തിൽ പഴുപ്പുണ്ടാവാനും കിഡ്നി ഫംഗ്ഷൻ മോശമാവാനും കാരണമാകും. കിഡ്നിക്ക് ഉള്ളിലെ വലിയ സ്റ്റോൺസ് എന്തായാലും സർജിക്കലി തന്നെ ട്രീറ്റ് ചെയ്യേണ്ടി വരും. മൂത്രനാളിയിലെ യൂറിറ്ററിലെ സ്റ്റോൺസ് ഫസ്റ്റ് നമ്മൾ മരുന്ന് കൊണ്ട് ട്രീറ്റ് ചെയ്തിട്ട് ഫലം കിട്ടിയില്ല, പനിയോ ക്രിയാറ്റിൻ കൂടുകയോ അസഹനീയമായ വേദനയോ ആണെങ്കിൽ സർജറി ആവശ്യമായി വരും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പണ്ടുള്ള പോലെ ഓപ്പൺ സർജറിയോ ആവശ്യമായിട്ട് വരില്ല. അപ്പോൾ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് എൻഡോസ്കോപ്പിക് വഴി തന്നെ കിഡ്നിക്കുള്ളിലെത്തുകയും കല്ലുകൾ ലേസർ ഉപയോഗിച്ച് പൊടിക്കുകയും ചെയ്യാവുന്നതാണ്. സോ പേഷ്യൻറ്റിന് സർജറിക്ക് ശേഷം 1-2 ദിവസത്തിനുള്ളിൽ ഹോസ്പിറ്റലിൽ വിടാവുന്നതാണ്. പ്രത്യേകിച്ച് റെസ്റ്റോ വേദനയോ കാര്യങ്ങളോ ഉണ്ടാവില്ല. ഓക്കെ ഡോക്ടർ, ഈ കിഡ്നി സ്റ്റോൺ ഉള്ള പേഷ്യൻസ് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് അവർ? നമുക്ക് ക്ലിയറായിട്ട് ഇന്ന ഭക്ഷണം കഴിച്ചാൽ സ്റ്റോൺ വരും, ഇന്ന ഭക്ഷണം കഴിച്ചാൽ സ്റ്റോൺ വരില്ല എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. സോ നമ്മൾ പറയുന്നത് ടേക്ക് എവറിത്തിങ് ഇൻ മോഡറേഷൻ, അതായത് എല്ലാ ഭക്ഷണവും മിതമായ അളവിൽ കൃത്യമായ അളവിൽ കഴിക്കുക. അളവാണ് പ്രധാനം ഭക്ഷണത്തെക്കാട്ടിൽ. ഒരിക്കൽ കിഡ്നി സ്റ്റോൺ വന്ന ഒരാൾക്ക് ഏകദേശം 40 മുതൽ 50 വരെ ശതമാനം സാധ്യതയുണ്ട് രണ്ടാമതൊന്നുകൂടി വരാൻ. സോ അവർ ഭക്ഷണ രീതിയിലും വെള്ളം കുടിയിലും കൃത്യമായി ശ്രദ്ധിക്കണം. ഏറ്റവും പ്രധാനം ആവശ്യത്തിന് ഹൈഡ്രേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള വെള്ളം നമ്മൾ കുടിക്കുന്നുള്ളതാണ്. പിന്നെ ഭക്ഷണ രീതിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും കാൽഷ്യം കൂടുതലുള്ള ഭക്ഷണം, കാൽഷ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, നമ്മുടെ എല്ലുകളുടെ ശക്തിക്ക് കാൽഷ്യം ആവശ്യമാണ്. സോ ആവശ്യത്തിനുള്ള കാൽഷ്യം നമ്മൾ എടുക്കണം. പക്ഷേ ഓവറായിട്ടുള്ള കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ കുറയ്ക്കുന്നത് നന്നായിരിക്കും. ഭക്ഷണത്തിലുള്ള കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാം. പിന്നെ രണ്ടാമത് അമിതമായിട്ട് ഉള്ള നോൺ വെജ് ഭക്ഷണം യൂറിക് ആസിഡ് കൂടുന്ന രീതിയിലേക്ക് നയിക്കാനും കല്ലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. സോ പിന്നെ ചില പ്രത്യേക ഓക്സിലേറ്റ് കൂടുതലുള്ള തക്കാളി, ചീര തുടങ്ങിയ ഭക്ഷണങ്ങൾ ഇതെല്ലാം കഴിക്കാം. കാരണം എല്ലാത്തിലും നമുക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും പ്രോട്ടീനും എല്ലാം ഉണ്ട്. സോ എല്ലാ ഭക്ഷണവും കൃത്യമായ അളവിൽ കഴിക്കുക. അമിതമായിട്ടുള്ള നോൺ വെജ് ഭക്ഷണം, അമിതമായിട്ടുള്ള ഉപ്പിൻ്റെ ഉപയോഗം, അമിതമായിട്ടുള്ള ജങ്ക് ഫുഡ് തുടങ്ങിയവ ഒഴിവാക്കണം. ഡോക്ടർ, ഞാൻ കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ പേര് പറയാം. അതിൽ നമ്മുടെ കിഡ്നി സ്റ്റോൺ ഉള്ള പേഷ്യൻസ് ഒഴിവാക്കേണ്ടവ, അല്ലാന്നുണ്ടെങ്കിൽ അളവ് കുറച്ച് ഉപയോഗിക്കേണ്ടവ, അത് ഒന്ന് ഡോക്ടർ ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതിൽ ആദ്യം തന്നെ നമുക്ക് പച്ചക്കറി ഐറ്റംസിൽ തക്കാളി കുറഞ്ഞ അളവിൽ കഴിക്കാം, കുഴപ്പമില്ല. അളവ് കൂടിയാൽ കല്ലുകൾക്കുള്ള സാധ്യതയുണ്ട്. കുറഞ്ഞ അളവിൽ കഴിക്കാം. ചീരയും കുറഞ്ഞ അളവിൽ കഴിക്കാം. ക്യാരറ്റ് കല്ലുകൾ ഉണ്ടാവാതിരിക്കാൻ വളരെ നല്ലതാണ്. ക്യാരറ്റ് ആവശ്യത്തിന് കഴിക്കാം. പാവയ്ക്കയും വളരെ നല്ലതാണ്, കല്ലുകളുടെ റിസ്ക് തീരെയില്ല. കരിക്കിൻ വെള്ളവും കല്ലുണ്ടാവാതിരിക്കാൻ വളരെ നല്ലതാണ്. ചോക്ലേറ്റ്, കോഫി തുടങ്ങിയവ കല്ലുണ്ടാക്കാനായിട്ടൊരു കാരണമാവാം. സോ കഴിക്കുകയാണെങ്കിൽ മിതമായ അളവിൽ മാത്രം കഴിക്കും. ഈ നട്ട്സ് ഐറ്റംസ്, കാഷ്യൂ നട്ട്സും കല്ലുകൾ ഉണ്ടാവാനായിട്ട് ചിലപ്പോൾ കാരണമായേക്കാം. പക്ഷേ കാഷ്യൂ നട്ട്സ് ഒരു നല്ല ഒരുപാട് മിനറൽസും വൈറ്റമിൻസും ഉള്ള ഒരു ഭക്ഷണം ആയതുകൊണ്ട് പൂർണ്ണമായി ഒഴിവാക്കേണ്ട ആവശ്യമില്ല, മിതമായ അളവിൽ കഴിക്കാം. മട്ടൺ, ചിക്കൻ, അതോടൊപ്പം തന്നെ ഫിഷ്, നോൺ വെജ് നമ്മൾ ഒരു മോഡറേറ്റ് എമൗണ്ടിൽ കഴിക്കാനാണ് ഉദ്ദേശിക്കുക. കാരണം നമുക്ക് പ്രോട്ടീൻ്റെ മെയിൻ സോഴ്സ് നോൺ വെജ് ആണ്. സോ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളത് പ്രാക്ടിക്കലായി നടക്കുന്നതല്ല. പക്ഷേ അമിതമായിട്ടുള്ള ഉപയോഗം യൂറിക് ആസിഡ് കൂടുന്നതിനും കല്ലുകൾ ഉണ്ടാകുന്നതിനും കാരണമാകും. സോ ഓൾവേസ് ടേക്ക് നോൺ വെജ് ഇൻ മോഡറേറ്റ് എമൗണ്ട്. ജ്യൂസ് ഐറ്റംസ് ഒക്കെയോ? കൈതച്ചക്ക ജ്യൂസ് ഒക്കെ? കൈതച്ചക്ക കല്ലുകൾ ഉണ്ടാവാതിരിക്കാനായി വളരെയധികം സഹായിക്കുന്ന ഒരു പഴമാണ്. കൈതച്ചക്ക കഴിക്കും. ലെമണിൽ ധാരാളം സിട്രേറ്റ് ഉണ്ട്, അത് കല്ലുകളുടെ ഫോർമേഷനെ പ്രിവെൻറ്റ് ചെയ്യും. പിക്കിൾസിൽ എപ്പോഴും ധാരാളം ഉപ്പുണ്ടാവും, ഉപ്പിൻ്റെ അളവ് വളരെ കൂടുതലാണ്. സോ പിക്കിൾസ് ഒഴിവാക്കുന്നതാണ് കിഡ്നിയുടെ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. പക്ഷേ ഇഫ് യു വാണ്ട് ടു കഴിക്കണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ വളരെ ചെറിയ അളവിൽ കഴിക്കാം. ഡോക്ടർ, നമുക്ക് ഈ കിഡ്നി സ്റ്റോൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ കല്ല് പൊടിച്ച് കളയുന്ന ട്രീറ്റ്മെൻറ്റ് അതെങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കുമോ? കിഡ്നി സ്റ്റോൺ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പറയുകയാണെങ്കിൽ മിക്കപ്പോഴും ചെറിയ കല്ലുകളാണെങ്കിൽ നമ്മൾ നന്നായി വെള്ളം കുടിക്കാനും വെയിറ്റ് ചെയ്യാനാണ് പറയാറ്. കിഡ്നിയിലെ കല്ലുകൾ വലുതാണെങ്കിൽ
അത് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അത് വലിയ കല്ലുകൾ തന്നെ താഴേക്ക് മൂത്രത്തിൽ കൂടി പോകാനുള്ള സാധ്യത കുറവാണ്. അതവിടെ ഇരിക്കാനും വിട്ട് മൂത്രത്തിൽ പഴുപ്പുണ്ടാവാനും അത് വലുതായി കിഡ്നിക്ക് തന്നെ ഡാമേജ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. സോ കിഡ്നിയിലെ കല്ലുകളിൽ മെയിനായിട്ട് നമ്മളിപ്പോൾ സ്വീകരിച്ചു വരുന്നത് 2 ചികിത്സയാണ്. ഒന്ന് RIRS, റിട്രോഗ്രേഡ് ഇൻട്രാറീനൽ സർജറി. അതിൽ നമ്മുടെ സ്കോപ്പ് ഫ്ലെക്സിബിൾ യൂറിട്രോസ്കോപ്പ് ഉപയോഗിച്ച് കിഡ്നിക്കകത്തെത്തുകയും നമ്മൾ സ്റ്റോൺ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷം ലേസർ ഉപയോഗിച്ച് ആ സ്റ്റോൺ പൗഡർ ആക്കി പൊടിയാക്കുകയാണ് ചെയ്യുന്നത്. അതിൽ മുറിവുകളുണ്ടാവില്ല. അതിൻ്റെ ഭാഗമായിട്ട് കിഡ്നിയിൽ ഒരു സ്റ്റെൻറ്റ് വയ്ക്കും, കല്ല് പൊടിച്ചതിൻ്റെ പൊടി പോകുന്നതിന് ശേഷം. അത് യൂഷ്വലി നമ്മളൊരു 3 to 6 വീക്സിന് ശേഷം ആ സ്റ്റെൻറ്റ് റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് വലിയ കല്ലുകളാണെങ്കിൽ ഈ സർജറി നമുക്ക് ടെക്നിക്കലി ഡിഫിക്കൽട്ട് ആയിരിക്കും. ആ കേസിൽ നമ്മൾ PCNL എന്ന് പറയുന്ന ഒരു സർജറിയാണ് ഉപയോഗിക്കുക. ആ സർജറിയിൽ നമ്മളൊരു ചെറിയൊരു ഹോൾ ഡ്രിൽ ചെയ്ത് കിഡ്നിയിലേക്ക് ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും നമ്മുടെ പുറത്തു നിന്ന്. ആ ഹോളിലൂടെ നമ്മൾ ക്യാമറ ഉപയോഗിച്ച് കിഡ്നിക്കുള്ളിലെത്തുകയും കല്ല് നീക്കം ചെയ്യുക. പണ്ടത്തെ പോലെ ഉള്ള കിഡ്നി തുറന്നിട്ടുള്ള സർജറി ഇപ്പോൾ അപൂർവമായി ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ 99% കേസുകളിലും RIRS അല്ലെങ്കിൽ PCNL സർജറീസ് ആണ് ഉപയോഗിക്കുക. ഡോക്ടറെ, ചില വീഡിയോസിൽ കാണാറുണ്ട് ഇങ്ങനെ നമ്മുടെ കിഡ്നിയുള്ള ഭാഗത്ത് ഇങ്ങനെ തിരുമ്മി അവസാനം ആ തിരുമുന്ന ആൾ കയ്യിൽ കിഡ്നി സ്റ്റോൺ എടുത്ത് നമ്മൾ ഫ്രീ ആക്കി. എന്താണ് ഇങ്ങനത്തെയുള്ള വീഡിയോസിനോട് പറയാനുള്ളത്? അതൊക്കെ തട്ടിപ്പാണെന്ന് അത്യാവശ്യം ബുദ്ധിയും ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്. വെറും തട്ടിപ്പ് മാത്രം, ഒരിക്കലും പ്രാക്ടിക്കലായി നടക്കുന്ന കാര്യമല്ല. ഇത് പല രീതിയിൽ നടക്കാറില്ല. ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിൽ നടക്കാറുണ്ട്. ട്രീറ്റ്മെന്റ് കാര്യത്തിൽ അതിൻ്റെ അകത്ത് വരുന്നത് ഞാൻ പറഞ്ഞല്ലോ, ചെറിയ സ്റ്റോണുകൾ തന്നെ മൂത്രത്തിൽ കൂടെ തന്നെ പോകും. അപ്പോൾ അതിൽ പലവിധ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞ് മരുന്നിൻ്റെ എഫക്റ്റ് കൊണ്ടാണെന്ന് പലർക്കും ക്ലെയിം ചെയ്യാം. അത് ചില കല്ലുകൾ നമ്മൾ മരുന്ന് കഴിച്ചില്ലെങ്കിലും പോകുന്ന ചെറിയ കല്ലുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇത് പറയാം. ഈ കല്ല് ആവാഹിച്ചെടുക്കുന്നത് വെറും ഫേക്ക് മാത്രമാണ്. ഓക്കെ ഡോക്ടർ, ഈ പ്രോസ്റ്റേറ്റ് വലുതാകുന്നത് വയസ്സാകുന്നതിൻ്റെ ഒരു ലക്ഷണമായിട്ടാണോ കാണുന്നത്? നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ? പ്രോസ്റ്റേറ്റ് വലുതാകുന്നത് നമുക്ക് ഒരിക്കലും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് പ്രിവെൻറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല. പ്രോസ്റ്റേറ്റ് യൂഷ്വലി പുരുഷന്മാരിൽ പ്രായമാകുമ്പോൾ വരുന്ന ഒരു പ്രോബ്ലമാണ്. പ്രോസ്റ്റേറ്റ് വലുതാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ പ്രോസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്നത് മൂലമാണ് പ്രോസ്റ്റേറ്റ് വലുതാകുന്നത്. യൂഷ്വലി ഒരു 50 വയസ്സിന് ശേഷമാണ് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പുരുഷന്മാരിൽ ഉണ്ടാവുക. പ്രധാനമായും മൂത്രം ഒഴിക്കുന്നത് സംബന്ധിച്ചുള്ള ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാവുക. നമ്മളതിന് ലെറ്റ്സ് അഥവാ ലോവർ യൂറിനറി ട്രാക്ട് സിംറ്റംസ് എന്നാണ് പറയുക. മെയിനായിട്ട് മൂത്രം ഒഴിക്കുന്നതിൻ്റെ സ്പീഡ് കുറയുക, എപ്പോഴും മൂത്രം ഒഴിക്കാനായിട്ട് തോന്നുക, മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതായിട്ട് ഫീൽ ചെയ്യുക, മൂത്രം ഒഴിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ പിടിച്ചു നിർത്താൻ പറ്റാത്ത അവസ്ഥ വരിക, മൂത്രം പോകുന്നതിന് വേണ്ടി ഒരുപാട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഇതിനായി കാണുക. അപ്പോൾ ഉടനെ ഇത്തരം ലക്ഷണങ്ങളുണ്ടെങ്കിൽ യൂറോളജി ഡോക്ടറെ സമീപിച്ച് അതിന് വേണ്ട ടെസ്റ്റുകൾ ചെയ്ത് എന്താണ് പ്രോസ്റ്റേറ്റ് കൊണ്ട് മാത്രമല്ല, ചിലപ്പോൾ മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം വരുന്ന ട്യൂബിൽ ചുരുക്കം വരുമ്പോഴോ ഇങ്ങനെ ഉണ്ടാവാം. സോ എന്താണ് അതിൻ്റെ കാരണമെന്ന് കണ്ടെത്തി, ഈ ബുദ്ധിമുട്ടുകളുടെ കാരണം എന്താണെന്ന് കണ്ടെത്തി അതിൻ്റെ ചികിത്സ എടുക്കേണ്ടി വരും. യൂഷ്വലി ഒരു 50-55 വയസ്സിന് ശേഷമാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് ഉള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. യൂഷ്വലി മൂത്രനാളിയിൽ അഥവാ മൂത്രസഞ്ചിയിൽ നിന്ന് വരുന്ന വഴിയിൽ തടസ്സം ഉണ്ടാകുന്നവർക്കാണ് ബുദ്ധിമുട്ടുകൾ വരിക. അങ്ങനെ തടസ്സം ഉണ്ടാകുന്നവർക്ക് നമ്മൾ ഏറ്റവും ആദ്യം മരുന്ന് കൊണ്ടുള്ള ചികിത്സയാണ് ചെയ്യുക. അതായത് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ചുരുങ്ങാനും മൂത്രനാളി വികസിക്കാനുമുള്ള മരുന്നുകൾ കൊടുക്കും. മിക്ക പേഷ്യൻസിനും മരുന്നുകൾ കൊണ്ട് തന്നെ ആശ്വാസം ഉണ്ടാകും. കുറച്ച് നാളുകൾക്ക് ശേഷം മരുന്നുകൾ കഴിച്ചിട്ടും ഫലമില്ലാത്ത പേഷ്യൻസിനാണ് നമ്മൾ സർജറി സജസ്റ്റ് ചെയ്യുക. സർജറി നമ്മൾ മെയിനായിട്ട് എൻഡോസ്കോപ്പിക് സർജറിയാണ് പറയുക. ഈ മൂത്രനാളിയിൽ അഥവാ മൂത്രസഞ്ചിയിൽ നിന്ന് താഴേക്കുള്ള വഴിയിൽ തടസ്സം ഉണ്ടാക്കുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഭാഗങ്ങൾ നമ്മൾ കറണ്ട് ഉപയോഗിച്ചോ ലേസർ ഉപയോഗിച്ചോ നമ്മൾ ചുരണ്ടി നീക്കം ചെയ്യും. അപ്പോൾ മൂത്രം പോകാനുള്ള വഴിയിൽ തടസ്സം മാറും. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾക്ക് വ്യത്യാസം ഉണ്ടാകും. അതാണ് നമ്മൾ സർജറി ആയിട്ട് പേഷ്യൻസിന് ചെയ്തു കൊടുക്കുക. പിന്നെ ഒരു പ്രധാന കേസുള്ളത് ചില പ്രോസ്റ്റേറ്റ് വീക്കം, ഒരു 95% പ്രോസ്റ്റേറ്റ് വീക്കം ബിനൈൻ ആയിരിക്കും, അതായത് ക്യാൻസർ ആവില്ല. ചില കേസുകളിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസർ മൂലവും ഈ മൂത്രതടസ്സം ഉണ്ടാവാം. അപ്പോൾ ഇത്ര തടസ്സം ഉണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. പ്രധാനമായും പുരുഷന്മാരിൽ എല്ലാ 55 വയസ്സ് കഴിഞ്ഞ എല്ലാ ആളുകളും PSA ടെസ്റ്റ് ചെയ്യേണ്ടത് നിർബന്ധമാണ്. കാരണം പ്രോസ്റ്റേറ്റ് ക്യാൻസർ മിക്കപ്പോഴും വളരെ സൈലൻ്റ് ആയിരിക്കും. അത് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമുക്ക് PSA ടെസ്റ്റ് മാത്രമാണ് ഒരു വഴി ഇത് ഏർലി സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ. വൺസ് നമ്മൾ അതൊരു സിംറ്റമാറ്റിക് ആയി ആ ഒരു സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ക്യാൻസർ ഒരുപാട് അഡ്വാൻസ് സ്റ്റേജിലായിട്ടുണ്ടാവും. സോ എല്ലാ പുരുഷന്മാരും 55 വയസ്സിന് ശേഷം PSA ടെസ്റ്റ് നിർബന്ധമായും ചെയ്യണം. ഫാമിലിയിൽ എന്തെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതായത് അച്ഛനോ സഹോദരന്മാർക്കോ അടുത്ത കസിൻസിനോ ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ
45 വയസ്സിന് ശേഷം PSA ടെസ്റ്റ് ചെയ്ത് അസുഖമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതാണ്. ഈ PSA ടെസ്റ്റ് എല്ലാ വർഷവും വർഷത്തിലൊരിക്കലെങ്കിലും ചെയ്യുന്നതാണ് അഭികാമ്യം. ഓക്കെ. ഡോക്ടർ, ഈ ഒരു രോഗാവസ്ഥ വരാനുള്ള കാരണങ്ങൾ എന്താണ്? BPH അഥവാ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് ഉള്ള കൃത്യമായ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷ ഹോർമോൺ മൂലമാണ്. പുരുഷ ഹോർമോൺ മൂലം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാകുന്നത് കൊണ്ടാണ് ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് ഉണ്ടാവുകയും മൂത്രതടസ്സം ഉണ്ടാവുകയും ചെയ്യുന്നത്. വേറെ നമുക്ക് ഭക്ഷണ രീതി കൊണ്ടോ വേറെ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ അതിൽ നമുക്കൊരു വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കുകയില്ല. പ്രോസ്റ്റേറ്റ് എൻലാർജ്മെൻറ്റ് മൂലം ഉണ്ടാകുന്ന പേഷ്യൻറ്റിൻ്റെ മൂത്രം ഒഴിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മെഡിക്കലി അല്ലെങ്കിൽ സർജിക്കലി അത് ട്രീറ്റ് ചെയ്യാൻ മാത്രമേ വഴിയുള്ളൂ. അത് നമ്മൾക്ക് ഒരിക്കലും ഒരു പ്രിവെൻറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസീസ് അല്ല. ഏർലി സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുക, അതിൻ്റെ ചികിത്സ നേടുക, വേറെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഡോക്ടർ, ഈ ഇറക്ഷൻ പ്രോബ്ലം ഇപ്പോൾ യങ് ഏജിൽ കൂടുന്നത് അത് റിയൽ ആണോ, അതോ ഓവർ തിങ്കിങ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണോ? നമ്മുടെ OP-യിൽ വളരെയധികം കേസുകൾ യങ് മെയിൽസ് എറക്ടൈൽ ഡിസ്ഫങ്ഷനായിട്ട് വരാറുണ്ട്. അതൊരു റിയൽ ഇഷ്യൂ തന്നെയാണ്. കാരണം യങ് ഏജിലുള്ള എറക്ടൈൽ ഡിസ്ഫങ്ഷൻ 90% കേസുകളിലും സ്ട്രെസ് റിലേറ്റഡ് ആയിരിക്കും. അല്ലാത്ത കേസുകൾ യങ്ങായിട്ടുള്ളവരിൽ കുറവാണ്. മാറിയ ജീവിത സാഹചര്യങ്ങളിലെ ജോലി സ്ഥലത്തുണ്ടാകുന്ന സ്ട്രെസ്സ്, ഫാമിലി ലൈഫിലെ സ്ട്രെസ്സ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകാം. അത് യൂറോളജി ഡോക്ടറെ കണ്ട് വേറെ കാരണങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി അതിൻ്റെ ചികിത്സ നേടുകയാണ് വേണ്ടത്. മറ്റ് കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലിംഗത്തിലേക്കുള്ള രക്തോട്ടത്തിലുള്ള കുറവുണ്ടാവാം, ഹോർമോണൽ വ്യത്യാസങ്ങളുണ്ടാവാം. അത്തരം കാരണങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഇത് സ്ട്രെസ് മൂലമാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സ്ട്രെസ് മൂലമാണെങ്കിൽ നമുക്ക് അതിൻ്റേതായുള്ള ചികിത്സയും കൗൺസിലിങ്ങും ആവശ്യമാണ്. ഡോക്ടറെ, നമ്മൾ ചെയ്യുന്ന എന്ത് വലിയ മിസ്റ്റേക്കാണ് നമ്മുടെ കിഡ്നിയെ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുന്നത്? എന്ത് മിസ്റ്റേക്കാണ്? ഒരു മിസ്റ്റേക്കിലേക്ക് നമുക്ക് പ്രത്യേകം പറയാൻ പറ്റില്ല. ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. മെയിനായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കൃത്യമായി മാനേജ് ചെയ്യാത്തത് തന്നെയാണ്. മെയിനായിട്ട് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ തുടങ്ങിയ അസുഖങ്ങൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്, നമുക്ക് മാറ്റാനായി സാധിക്കുകയില്ല. കൃത്യമായി കൺട്രോൾ ചെയ്തുകൊണ്ട് പോകണം. കൃത്യമായി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, ഡയബറ്റിസ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന അസുഖത്തിലേക്ക് മാറുകയും കിഡ്നി ഡാമേജ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഡയബറ്റിസ് ഉള്ളവർ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, BP ഉള്ളവർ കൃത്യമായി മരുന്ന് കഴിക്കുകയും ഭക്ഷണത്തിലും എക്സസൈസിലും ശ്രദ്ധിക്കുകയും കിഡ്നി ഡാമേജ് പരമാവധി ഒഴിവാക്കുകയും ചെയ്യണം. അതിനായി കൃത്യമായ ഫോളോ അപ്പ് ഡോക്ടറുടെ അടുത്ത് വേണം. ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം, എക്സസൈസ് ചെയ്യണം. കിഡ്നിയിലെ കല്ലുകളുടെ കാര്യത്തിൽ കല്ലുകൾ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കല്ലുകൾ തന്നെ പോകുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കരുത്. വേദന മാറിയെങ്കിലും കല്ലുകൾ പോകണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇടവിട്ട് ഡോക്ടർ പറയുന്നതനുസരിച്ച് പിന്നീടും സ്കാൻ ചെയ്ത് കല്ല് പോയി എന്ന് ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്. അഥവാ കല്ല് പോയിട്ടില്ലെങ്കിൽ അത് സർജറി ചെയ്ത് സർജിക്കൽ ട്രീറ്റ്മെൻറ്റിലൂടെ അത് നീക്കം ചെയ്യേണ്ടതാണ്. കാരണം മിക്ക കല്ലുകളും കിഡ്നിക്കകത്ത് ഉണ്ടെങ്കിൽ അത് സിംറ്റംസ് വേദന ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. വേദന ഉണ്ടാകുന്ന ഒരു സ്റ്റേജിൽ കിഡ്നിയുടെ ഫംഗ്ഷൻ തന്നെ ഡാമേജ് ആയിട്ടുണ്ടാവും. സോ കിഡ്നി സ്റ്റോൺ ഉണ്ടെന്ന് അറിയുന്നുണ്ടെങ്കിൽ അത് ഫോളോ അപ്പ് ചെയ്യാനും കല്ല് പോയെന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ആളുകൾ പലരും പറയാറുണ്ട്, ഇങ്ങനെ മരുന്ന് കഴിക്കില്ല, അതിൻ്റെ കിഡ്നി അടിച്ചു പോകുമെന്ന് പറയാറുണ്ട്. മെഡിസിനൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത്, ചെറിയ തലവേദനയ്ക്ക് അല്ലെ അങ്ങനെ കണ്ടിന്യൂസ് മെഡിസിൻ എടുക്കുന്നത്, അപ്പോൾ അത് കിഡ്നിയെ ബാധിക്കാറില്ലേ? ചില വേദന സംഹാരികൾ, അതായത് NSAID ഗ്രൂപ്പ്സിൽപ്പെട്ട വേദന സംഹാരികൾ കിഡ്നിക്ക് അമിതമായ അളവിൽ എടുക്കുമ്പോൾ പ്രോബ്ലംസ് ഉണ്ടാവാം. സോ അത് യൂഷ്വലി മെഡിക്കൽ ഷോപ്പിൽ പോയി സ്വന്തം ഇഷ്ടത്തിന് വാങ്ങി കഴിക്കുന്നവരിലാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ളവർ അമിതമായി വേദന സംഹാരികൾ ഒഴിവാക്കുകയും വേദനയുടെ കാരണം അതായത് ഡോക്ടറെ കാണിച്ച് ആ വേദനയുടെ കാരണം പരിഹരിക്കാനുള്ള ചികിത്സ തേടുന്നതാണ് നല്ലത്. വേദന സംഹാരികൾ, ഈ ഗ്രൂപ്പിൽപ്പെട്ട വേദന സംഹാരികൾ തുടർച്ചയായി കഴിക്കുന്നത് കിഡ്നിക്ക് നല്ലതല്ല. സോ യൂഷ്വലി അത് മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദന അങ്ങനെയുള്ളവരാണ് ഡെയിലി മെഡിക്കൽ ഷോപ്പിൽ പോയി ഈ മരുന്ന് വാങ്ങിക്കും, മരുന്ന് കഴിക്കും. അങ്ങനെ ഒരു ലോങ് ടൈമിൽ അത് കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ടാവാം. പിന്നെ കോമൺ ആയിട്ട് നമ്മുടെ പബ്ലിക്കിൻ്റെ ഇടയിലുള്ളത് ഷുഗറിൻ്റെ മരുന്ന് അല്ലെങ്കിൽ BP-യുടെ മരുന്ന് കഴിച്ചാൽ കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകും എന്നുള്ളതാണ്. അത് തികച്ചും തെറ്റാണ്. കാരണം ഷുഗർ BP കൺട്രോൾ ചെയ്തില്ലെങ്കിലാണ് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകുന്നത്. സോ ആ മരുന്നുകൾ ഡോക്ടറുടെ ഉപദേശപ്രകാരം കൃത്യമായ അളവിൽ കഴിക്കുക. ബാക്കി വേദന സംഹാരികൾ ചെറിയ അളവിൽ കുറച്ച് ദിവസത്തേക്ക് കഴിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ തുടർച്ചയായി കഴിക്കുന്നത് കിഡ്നി ഡാമേജ് ഉണ്ടാവാം. സോ അത് വേദനയ്ക്ക് എന്താണോ ആ സ്പെഷ്യാലിറ്റിയിലുള്ള ഡോക്ടറെ കണ്ട് അതിൻ്റെ കാരണം പരിഹരിക്കുകയാണ് വേണ്ടത്. ഡോക്ടർ, ഈ അഡൽട്ട് ഏജിൽ സർക്കംസിഷൻ ചെയ്യുന്നത് പെയിൻഫുൾ ആണോ അതോടൊപ്പം തന്നെ ഡേഞ്ചറസ് ആണോ? സർക്കംസിഷൻ ഒരിക്കലും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഓപ്പറേഷൻ അല്ല. അത് റിസ്ക് വളരെ കുറവുള്ളൊരു ഓപ്പറേഷനാണ്. അത് ഒന്നെങ്കിൽ അവിടെ ആ ഭാഗം തരിപ്പിച്ചിട്ട് ലോക്കൽ അനസ്തീഷ്യയിലോ അല്ലെങ്കിൽ പേഷ്യൻറ്റിനെ പൂർണ്ണമായും മയക്കി ജനറൽ അനസ്തീഷ്യയിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അത് ചെയ്യേണ്ട ഇൻഡിക്കേഷൻ ഉണ്ട്, അഥവാ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യണം. ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ ലിംഗത്തിലെ ചർമ്മം പുറകോട്ട് വരാത്ത അവസ്ഥ, ഫൈമോസിസ് എന്ന് പറയും, അതിൽ തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ വിട്ടുമാറാത്ത ഇൻഫെക്ഷൻസ്, റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻസ്, മൂത്രത്തിൽ ഇൻഫെക്ഷൻസ് വരിക, ലിംഗത്തിലെ തൊലിയിൽ ഇൻഫെക്ഷൻസ് വരിക, അങ്ങനെയുള്ള കണ്ടീഷൻസിൽ സർക്കംസിഷൻ ചെയ്യണം.